നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അർത്തുങ്കൽ തുറമുഖം 2027 സെപ്റ്റംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് വിദ്യാധിരാജപുരം ഭാരവാഹികൾ. ചരിത്രമുറങ്ങുന്ന ചേർത്തലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2022-23 നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ചേർത്തല നഗരത്തിലെ 11 റോഡുകളുടെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി 11 റോഡുകളുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്റർലോക്ക് ടൈൽ പാകുകയും ഓൾഡ് NH റോഡിൽ ബോയ്സ് സ്കൂൾ, BSNL ഓഫീസ് എന്നിവയ്ക്ക് സമീപം ഫുട്പാത്ത് നിർമ്മിക്കുകയും KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കാൽനടയാത്രക്കാരുടെ സംരക്ഷണാർത്ഥം ഹാൻഡ് റെയിൽ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, ചേർത്തല നഗരസഭ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, മുൻ MP AM ആരിഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AS സാബു, ശോഭ ജോഷി, നഗരസഭാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അർത്തുങ്കൽ തുറമുഖം 2027 സെപ്റ്റംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സെപ്റ്റംബറിൽ അർത്തുങ്കൽ ഹാർബർ നാടിന് സമർപ്പിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിജയിച്ചു ജിയോ2. ആ ജിയോ2 പരീക്ഷണം അടുത്ത 10 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടപ്പാക്കാൻ പോവാം. 10 നമ്മുടെ കല്ലിടുന്നതിന് ഈ ടെട്രാപോഡും കല്ലും മാറ്റി പോയി, ഇതിപ്പോ അവസാനിക്കുക. ആ സ്ഥാനത്ത് 10-1 മതി ഈ ജിയോ2. അത് പൂന്തറയെ നമ്മൾ പരീക്ഷിച്ചു. പൂന്തറ മുഴുവൻ കടലെടുത്ത് പോയി, അവിടെ എല്ലാം ഇപ്പൊ കരയായി. അത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ക്രൂഷ്യൽ മേഖല ഇപ്പം തിട്ടപ്പെടുത്തിയിട്ട് അവിടെ എല്ലാം ആക്രമണം ഉണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം ഇടാൻ വേണ്ടി ഇപ്പൊ തീരുമാനിച്ചു. അത് 100 കോടി രൂപ വെച്ച് അത് 10 സ്ഥലങ്ങൾ ഇപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. വലിയ മാറ്റമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തീരദേശം മാറിയില്ലേ. വിഴിഞ്ഞത് പുതിയ പോർട്ട് ചെറിയ കാര്യമാണ്. മുഴുവൻ പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ. വിഴിഞ്ഞം പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. കേരളം വികസിക്കുകയാണ്. വിഴിഞ്ഞം മുതൽ 100 കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും വലിയ തരത്തിൽ മാറാൻ പോവല്ലേ. 1,000 കോടി രൂപയുടെ പദ്ധതിയായി നടപ്പാക്കി 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അവിടെ തൊഴിലെടുക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് 70% മത്സ്യത്തൊഴിലാളികളെ അവിടെ എടുക്കണമെന്ന് തീരുമാനിച്ച് അവർ എടുത്തോണ്ടിരിക്കുന്നു, ജോലി കൊടുത്തോണ്ടിരിക്കുന്നു. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ 3ാം ഘട്ട പുലിമുട്ടുകളുടെയും മറ്റ് അനുബന്ധ പ്രവർത്തികളുടെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർത്തുങ്കൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അഭിലാഷമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നത്. 2021 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരത്തിൽ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ഹാർബറുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യം നടത്തിയത്. വലിയ കടൽ തീരമുള്ള ജില്ലയായ ആലപ്പുഴയ്ക്ക് ഹാർബറുകൾ കുറവാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഹാർബർ മേഖലയുടെ വികസനത്തിന് വേണ്ടി സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായി 4 ഹാർബറുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് ജില്ലയ്ക്കായി അനുവദിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അധ്യക്ഷനായി. VK ലോട്ടസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനിമോൾ സാംസൺ, ബിജി അനിൽകുമാർ, സജിമോൾ ഫ്രാൻസിസ്, നിബു S പത്മം, ഫാദർ യേശുദാസ്, TS രാജേഷ്, PA ഹാരിസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് വിദ്യാധിരാജപുരം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ഏതാണ്ട് 40-50 ലക്ഷത്തോളം വരുന്ന നായന്മാരിൽ
ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല. നായർ സമുദായത്തിലെ 60% പരമദരിദ്രാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഒരു 20% സമ്പന്നന്മാർ ഈ സമുദായത്തിലുണ്ട്. ഈ സംസ്ഥാനം ഒരു ജനാധിപത്യ ഭരണം നടക്കുന്ന സംസ്ഥാനമാണ്, രാജഭരണമല്ല. ഒരു ജനാധിപത്യ ഭരണമാകുമ്പോൾ ആ ഭരണത്തിന് കീഴിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമ. എന്നാൽ നായന്മാരുടെ വോട്ട് കൂടി വാങ്ങി അധികാരത്തിലെത്തുന്ന സർക്കാർ നായരുടെ ഒരു ബുദ്ധിമുട്ടും കാണാനോ കണ്ടിട്ടും കണ്ടതായി നടിക്കാനോ തയ്യാറാവുന്നില്ല. ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി കേരളത്തിലെ നായർ സമുദായത്തിന് നിഷേധിക്കുന്ന കേരള സർക്കാർ 60%-ലധികം വരുന്ന ദരിദ്ര നായർ കുടുംബങ്ങളോട് പോലും നീതി കാട്ടുന്നില്ല എന്നും യാതൊരുവിധ ആശ്വാസവും ഇക്കൂട്ടർക്ക് നൽകില്ല എന്ന പിടിവാശിയിലാണ് സർക്കാരെന്നും വിദ്യാധിരാജപുരം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2021 ഖജനാവിൽ നിന്നും 1 കോടിയോളം രൂപ ചെലവഴിച്ച് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്നവരുടെ ജീവിത നിലവാരം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ചെയർമാനായ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ പഠനം പൂർത്തിയാക്കി 2022 മാർച്ച് 8-ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് കിട്ടി 3.5 വർഷം കഴിഞ്ഞിട്ടും നിയമസഭയിൽ അവതരിപ്പിക്കുവാനോ നടപ്പിലാക്കുവാനോ LDF സർക്കാർ തയ്യാറായിട്ടില്ല എന്നും ഇത് അനീതിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 9-ന് വള്ളിക്കുന്നത്തെ വിദ്യാധിരാജപുരത്ത് നടക്കുന്ന നായർ നേതൃസംഗമത്തിൽ ഇത് സംബന്ധിച്ച തുടർ നടപടികൾ ചർച്ച ചെയ്യുമെന്നും അനന്തൻ ആർപിള്ള, ഡോക്ടർ ബിനു ആലപ്പുഴ, പുല്ലാട് ഗോപൻ പത്തനംതിട്ട, രാജശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രമുറങ്ങുന്ന ചേർത്തലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഈ പാലം വലിയ നിലയിൽ നാടിന് ആശ്വാസകരമായി മാറും. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എല്ലാവരും ചേർന്ന് പരിഹരിക്കുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ ഇതിന്റെ പ്രവൃത്തി തടയുന്നതിന് കാരണമായി മാറി. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ചേർത്തല മണ്ഡലത്തിൽ പൊതുമരാമത്ത്, ടൂറിസം മേഖലകളിലെ സാധ്യതകൾ പരിശോധിച്ച് കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സെന്റ് മേരീസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കോടികളുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ ഇതിനോടകം നടപ്പിലാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, മുൻ MP AM ആരിഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS സാബു, ശോഭ ജോഷി, വാർഡ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജ്യോതിഷ താന്ത്രിക വേദി സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 8ാമത് സംസ്ഥാന സമ്മേളനമാണ് 2025 നവംബർ 8-ാം തീയതി ശനിയാഴ്ച ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത്. ആലപ്പുഴയിലെ ഏറ്റവും ശ്രദ്ധേയമായ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളന പരിപാടികൾ നടത്തുന്നത്. പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ വിജി തമ്പിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പ്രസ്തുത സമ്മേളനത്തിൽ കേരളത്തിലാകമാനമുള്ള എണ്ണത്തിൽ ആൾ കുറവാണെങ്കിലും എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികളെത്തുന്നു. ജ്യോതിഷ താന്ത്രിക വേദി സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കും. കിടങ്ങാമ്പറമ്പ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന സമ്മേളനം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന യോഗത്തെ തുടർന്നുള്ള പുരസ്കാര സമർപ്പണവും വിജി തമ്പി നിർവഹിക്കും. തുടർന്ന് ജ്യോതിഷ് ശാസ്ത്ര വൈജ്ഞാനിക സംഗമം നടക്കും. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ പ്രബന്ധം അവതരിപ്പിക്കും. എരുവ ശ്രീനിവാസൻ പിള്ള, VO അപ്പുക്കുട്ടൻ ജോത്സ്യർ എന്നിവർക്ക് ദൈവജ്ഞ ശ്രേഷ്ഠ പുരസ്കാരവും പറവൂർ രാകേഷ് തന്ത്രി, സൗമിത്രൻ തന്ത്രി എന്നിവർക്ക് താന്ത്രിക ശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിക്കും.
ജ്യോതിഷ താന്ത്രിക വാസ്തു ആയുർവേദ ശാസ്ത്രരംഗത്തെ യുവപ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. ജ്യോതിഷ താന്ത്രിക വേദി ചെയർമാൻ കെ സാബു, വാസുദേവ് ജോത്സ്യർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ഡോക്ടർ ശ്രീകുമാർ കൃഷ്ണൻ, പി കെ ഹരികുമാർ, സേതു എസ് മണി, സി എൽ ചിദംബരം, അഡ്വക്കേറ്റ് എം ആർ ചന്ദ്രലത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തെരുവുനായ വിഷയത്തിൽ സുപ്രധാനമായ വിധിയുമായി സുപ്രീം കോടതി. സഞ്ചാരികളുടെ സ്വാതന്ത്ര്യ സഞ്ചാരം തലവേദനയാക്കുന്ന തെരുവുനായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്നും നീക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവിൽ പറയുന്നത്. തെരുവുനായ വിഷയത്തിൽ സുപ്രധാനമായ വിധിയുമായി സുപ്രീം കോടതി. സഞ്ചാരികളുടെ സ്വാതന്ത്ര്യ സഞ്ചാരം തലവേദനയാക്കുന്ന തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്നും നീക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവിൽ പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷാ വേലികൾ ഒരുക്കണമെന്നും എല്ലായിടത്തും പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കണമെന്നും കോടതി പറഞ്ഞു. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച് പ്രത്യേക ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാരുകൾ തെരുവുനായ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നും സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലും നിത്യവും ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന ബീച്ചിലും പരിസര പ്രദേശത്തുമടക്കം നിരവധി തെരുവുനായ്ക്കളാണ് സഞ്ചാരികൾക്ക് ഭീഷണിയായി വിലസുന്നത്. കുട്ടികൾക്കുൾപ്പെടെ തെരുവുനായയുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥിതിയും നഗരത്തിൽ വർദ്ധിച്ചു വന്നിരുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡിലും റെയിൽവേ സ്റ്റേഷൻ അകത്തും വരെ യാത്രക്കാർക്ക് തെരുവുനായയുടെ ആക്രമണം ഏറ്റിരുന്നു. തെരുവുനായുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിലും ഫലപ്രദമായി ഒന്നും നടക്കുന്നില്ല എന്ന പൊതുജനങ്ങളുടെ പരാതി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ വിധിയോടെ തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അർത്തുങ്കൽ തുറമുഖം 2027 സെപ്റ്റംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് വിദ്യാധിരാജപുരം ഭാരവാഹികൾ. ചരിത്രമുറങ്ങുന്ന ചേർത്തലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.